ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് വിനീത അജീഷ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി കാക്കവയൽ സെൻറ്റ് അൽഫോൺസ ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2020 ഫെബ്രുവരി 8 ആയിരുന്നു. അന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. നിയോഗങ്ങളൊക്കെ വെച്ച് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയി. പിന്നെ കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനോ വരാനോ ഒന്നും പറ്റാത്തൊരു അവസ്ഥയൊക്കെ ആയതുകൊണ്ട് പിന്നെ ലേറ്റായിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം വന്നായിരുന്നു, പുതുക്കി പോവുകയെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഞാൻ 2022 സെപ്റ്റംബർ 9 ഇവിടെ വന്ന് ഞാൻ ആ പള്ളീൻ്റെ ആ നടക്കെ കയറുമ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് മൂത്തതൊരു മോനുണ്ട്, അവന് 12 വയസ്സായി. അപ്പോൾ എനിക്ക് രണ്ടാമതൊരു കുഞ്ഞില്ലായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു പ്രാവശ്യം പ്രഗ്നൻ്റ് ആയിരുന്നു. അത് അബോർഷനായിട്ട് 1 മന്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പത്തിനും പോവുകയും ചെയ്തു. അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് അടുത്തതൊരു കൊച്ചു വേണേന്ന്. അങ്ങനെ ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ ജസ്റ്റ് നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാനിവിടെ വന്ന് സെപ്റ്റംബർ 9 ഉടമ്പടിയിൽ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചത് എനിക്കൊരു മോളെ തരണമേ എന്നായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ പോയി. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, എനിക്കൊരു പെങ്കൊച്ചിനെ തരണേ, അത് ഞാൻ മറിയെന്നുള്ള പേരിലാണ് ഇടുക എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ അതായത് സെപ്റ്റംബർ 26 പീരീഡ്സിൻ്റെ സമയം, ആ ഒരു ടൈമിൽ എനിക്ക് പോസിറ്റീവ് ആക്കി തരണേ, ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആക്കി തരണേ എന്ന് എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ 9 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മുതൽ ഞാൻ 26 എന്നൊരു ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ 26 എന്നൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. സങ്കീർത്തനത്തിലെ 127 അധ്യായം, ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനമാണ്. അത് ഞാൻ എന്നും എൻ്റെ വയറ്റത്ത് കൈ വെച്ചിട്ട് ഞാൻ തൈലം വെച്ചിട്ട് എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കൊരു പെങ്കൊച്ചിനെയും തരണം അമ്മയെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും. ആ 26 ഞാൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് പോസിറ്റീവ്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിനു മുമ്പേ ഞാൻ വെറുതെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എനിക്ക് തരാത്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് മാറ്റി വെക്കും, അതും ഇതൊക്കെ ഞാൻ പ്രാർത്ഥിക്കൂല എന്നൊക്കെ പറഞ്ഞായിരുന്നു. കാരണം ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു പെങ്കൊച്ചിന് വേണമെന്നുള്ളത്. അത് കഴിഞ്ഞ് 26 ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കൊരു പോസിറ്റീവായി കിട്ടി. അങ്ങനെ ഞാൻ കുറേ റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ 2023 ജൂൺ 22 എനിക്കൊരു മോളെ തന്നു. അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദിയുണ്ട്. യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. ഡെലിവറി ആയിക്കോട്ടെ, പക്ഷേ ഫസ്റ്റത്തെ മോന് സിസേറിയൻ ആയിരുന്നു. അതുകൊണ്ട് എനിക്കിത് ഉറപ്പുണ്ടായിരുന്നു സിസേറിയനാണ്. എന്നാലും എനിക്കൊരു കുഴപ്പമില്ലാണ്ട് ഇതുവരെ എത്തിച്ച തിരുക്കുമാരനോടും പരിശുദ്ധ അമ്മയോടും ഒത്തിരി നന്ദി പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയ ഓരോ പ്രാർത്ഥനകൾക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ഒത്തിരി നന്ദിയുണ്ട്.